സോസേജ് വെച്ച് നമ്മൾ പല വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? എന്നാൽ നമുക്ക് നാടൻ ടേസ്റ്റിൽ അടിപൊളി സോസേജ് ഫ്രൈ ഉണ്ടാക്കിയെടുത്താലോ? ഇതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്കെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകം, അതങ്ങ് ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മുളക് ചതച്ചിട്ട് കൊടുത്താലും മതിയേ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്യുക. ഞാനിവിടെ 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10-15 കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നടുക്കൂടെ കീറിയെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ഇതിലാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് സോസേജ് കട്ട് ചെയ്തുകൊണ്ട് വരാം. ഞാൻ ഇവിടെ ഒരു 14 സോസേജാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ സോസേജ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സവാളയൊക്കെ ഇവിടെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്ന വരെ നല്ലതായിട്ട് നമുക്കിതിനെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇവിടെ ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഇളക്കി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ കണ്ടോ ഫ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഇതിനെ ഇളക്കി ഒന്ന് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം കളർ വേണോ അത്രയും കളറാക്കി എടുക്കാമേ. സോസേജിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഉള്ളിക്ക് മാത്രം ഉപ്പ് ഇട്ട് കൊടുത്തുള്ളൂ. പിന്നീട് ഉപ്പിട്ട് കൊടുത്തില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള സോസേജ് ഫ്രൈ ആണിത്. ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാത്തിനും കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ബാച്ചിലേഴ്സായിട്ടൊക്കെ താമസിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.